പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. സുമ 45 വയസ്സുണ്ട്. നല്ലപോലെ തടിച്ച് ഇരുനിറമാണ്. ഭർത്താവിന്റെ പേര് രാജു. 54 വയസ്സുണ്ട്. കൂലിപ്പണിയാണ് അദ്ദേഹത്തിന് ജോലി. അവർക്ക് കുറച്ച് സ്ഥലമുണ്ട്. അതിൽ വാഴയും പച്ചക്കറികളും ഒക്കെ നട്ടുവളർത്തിയാണ് അവർ ജീവിക്കുന്നത്. 2 ആൺമക്കളാണ് അവർക്ക്. രണ്ടുപേരും വിവാഹിതരാണ്. ഒരാൾ ഭാര്യ വീട്ടിലും ഒരാൾ വേറെയുമാണ് താമസം. അദ്ദേഹം ഗൾഫിലാണ്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിലുള്ള മോൻ വന്ന് എന്തെങ്കിലുമൊക്കെ വേണ്ടത് ചെയ്യും. കുറച്ച് പൈസയും അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ട് പോകും. സുമയ്ക്കാണെങ്കിൽ ആവശ്യത്തിന് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ജോലിയൊന്നും എടുക്കാൻ വയ്യാങ്കിലും വല്ലപ്പോഴും പറമ്പിലിറങ്ങി ഭർത്താവിനെ സഹായിക്കും. പുറത്ത് ജീവിക്കുന്ന മകന്റെ ഭാര്യയും മക്കളുമൊക്കെ വല്ലപ്പോഴും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പൈസയൊക്കെ മറ്റേയാളുടെ കയ്യിൽ കൊടുത്തുവിടും. അതാണ് പതിവ്. വല്ലപ്പോഴും വിശേഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അവർ എല്ലാവരും കൂടി ഒന്നിച്ചു വരും. ഇല്ലെങ്കിൽ അവർ നാട്ടിലുള്ളപ്പോൾ അവൻ ഒറ്റയ്ക്ക് വരും. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ് നാദ്ര താമസിക്കുന്നത്. അവളെ കാണാൻ നല്ല വെളുത്തു തുടുത്ത ഒരു താത്ത പെണ്ണ്. ഭർത്താവ് ഗൾഫിലാണ്. ഒരു മോനുണ്ട്, ഇമ്രാൻ. അവൻ +1 പഠിക്കുന്നു. നാദ്രയ്ക്ക് പ്രായം ഒരു 34 കഴിഞ്ഞെങ്കിലും ആ ശരീരത്തിന്റെ ഷേപ്പും ആ വടിവും ഒക്കെ കണ്ടാൽ ഒരു 28-30 തോന്നത്തുള്ളൂ. നല്ല തടിച്ചു കൊഴുത്ത ശരീരം, നീണ്ട മൂക്ക്, ചുവന്നു തുടുത്ത നല്ല ചെന്തൊണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകൾ. ആര് കണ്ടാലും ഒന്ന് ഇരുത്തി നോക്കിക്കളയും. നാദിറ അങ്ങനെ പുറത്തങ്ങനെ പോകാറില്ല. വല്ലപ്പോഴും സാധനങ്ങൾ മേടിക്കാൻ പോകുമെന്നല്ലാതെ. മോൻ പഠിക്കാൻ പോകുന്നത് അവിടുന്നുള്ള ബസ്സിനാണ്. പിന്നെ രാവിലെ പണി കഴിഞ്ഞാൽ സുമയുടെ വീട്ടിൽ വന്ന് കൊച്ചുവർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ പോകും. TV, ഉറക്കം, ഇതൊക്കെയാണ് പണി. കെട്ടിയോൻ അവിടെ ബിസിനസ്സാണ്. ഇടയ്ക്കൊക്കെ വന്നു പോകും, 1-2 വർഷം കഴിഞ്ഞ്. സുമ ചേച്ചിയും രാജു ചേട്ടനും അടുത്തുണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് പുള്ളി അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മകനോട് വല്ലാതെ ദേഷ്യത്തിൽ വഴക്കു പറയുന്ന സൗണ്ട് കേട്ട് സുമ അവിടേക്ക് ചെന്നത്. അവൻ പേടിച്ചരണ്ട് നിൽക്കുകയാണ് അവളുടെ മുന്നില്. അവൾ ഒരു വടിയെടുത്ത് വീശി നിന്ന് സംസാരിക്കുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ പഠിക്കാൻ. നീ TV കണ്ടിരിപ്പാണോ? പോയി പഠിക്കടാ. നിന്റെ ഉപ്പ കാരണം എന്റെ ജീവിതം പോയി. ഇപ്പൊ നീയും ഇങ്ങനെ ആയിക്കൂ. എന്താടി പ്രശ്നം? കൊച്ചിനോട് എന്തിനാ നീ ചൂടാവുന്നത്? സുമ ചോദിച്ചു. അല്ല ചേച്ചി, എന്തൊരു കഷ്ടമാണ്. ഇവനോട് പറഞ്ഞതാ ഞാൻ TV കണ്ടിരിക്കാതെ പഠിക്കാൻ. കേക്കണ്ടായോ? മോൻ എന്തേ പഠിക്കാഞ്ഞേ? സുമ ചോദിച്ചു. പഠിക്കുന്നൊക്കെ ഉണ്ട് സുമയമ്മേ. ഈ ഉമ്മ കള്ളം പറയുക. ഇപ്പൊ ഞാനാണോടാ കള്ളം പറയുന്നേ? ചെറുക്കനാണെങ്കിൽ തീരെ അനുസരണയില്ല. മോൻ പഠിക്കുന്നില്ലേ? സുമ വീണ്ടും ചോദിച്ചു. സുമയമ്മേ, ഞാൻ പഠിക്കുന്നുണ്ട്. മാർക്കും ഉണ്ട്. ഇടയ്ക്ക് TV കാണും. ഇപ്പോൾ വന്നിട്ട് TV ഓൺ ചെയ്തതേ ഉള്ളൂ. അതിനായി ഉമ്മ കടന്ന് ചാടുന്നത്. വെറുതെ എന്തിനാടി കൊച്ചിനോട് ദേഷ്യം കാണിക്കുന്നേ? അവൻ പഠിക്കുന്നില്ലേ? പിന്നെന്താ? അതല്ല ചേച്ചി, ഇവൻ ഇങ്ങനെ പോയാൽ തോൽക്കും. മറ്റു കൂട്ടുകാരെ കണ്ടൊക്കെ വീട്ടിൽ വന്ന് മടി കാണിച്ചിരിപ്പാ. ദേ കണ്ടില്ലേ, വന്നിട്ട് ഡ്രസ്സ് പോലും മാറിയില്ല. പിന്നെന്തോ ചെയ്യാൻ അവനെ? അതിനാണോ ഇത്രയും ദേഷ്യം? കുട്ടികളല്ലേ, കുറച്ചൊക്കെ ക്ഷമിക്ക്, സുമയമ്മ പറഞ്ഞു. സുമയമ്മ, ഈ ഉമ്മായിക്ക് എന്നോട് എപ്പോഴും ദേഷ്യമാണ്. ഞാനാണ് ക്ലാസ്സിൽ സെക്കൻഡ് പഠിക്കാൻ. ഇനി എന്തോ വേണം? അതുപോലെടി, പിന്നെന്തിനാ നീ വഴക്കു പറയുന്നവനെ? തലയിലെ ഷാൾ നേരെ ഇട്ടുകൊണ്ട് പറഞ്ഞു. എനിക്ക് വയ്യ ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെടാൻ, നാദിറ പറഞ്ഞു. മോൻ പോയി ഡ്രസ്സ് മാർക്കുക, ചെല്ല്, സുമ പറഞ്ഞു. ഇമ്രാൻ മുറിയിലേക്ക് പോയപ്പോൾ സുമ അവളെയും വിളിച്ച് അടുക്കള വശത്തേക്ക് കൊണ്ടുപോയി. എന്തു പറ്റിയടി, കെട്ടിയോ വല്ലതും പറഞ്ഞോ? സുമ ചോദിച്ചു. അതല്ല ചേച്ചി, ഡേറ്റ് ആയല്ലേ. നാദിറ മൂളി. സാരമില്ല, നീ പോയെന്ന് കിടക്ക് തൽക്കാലം. ഞാൻ മടുത്തു ചേച്ചി, സഹിച്ചു. ഞാനൊരു പെണ്ണല്ലേ, എനിക്കും പ്രശ്നങ്ങളില്ലേ, ആഗ്രഹങ്ങളില്ലേ, എല്ലാം ഞാൻ തന്നെ. അതിനിപ്പോ നീ ചൂടാവുന്ന എന്തിനാ? അവനിപ്പോ വരാറായില്ലേ? സുമ വീണ്ടും ചോദിച്ചു. എവിടെ വരാൻ ചേച്ചി? അങ്ങേർക്ക് പണം, ജോലി, ബിസിനസ്. ഞാനും മോനും ഇവിടെ കിടക്കുവാണെന്നുള്ള യാതൊരു ചിന്തയില്ല. ബാക്കിയുള്ളവന്റെ ജീവിതം പോയി, അല്ലാണ്ടെന്ത്? ഇത്ര നാളും സഹിച്ചില്ലേടി, ഇനി കുറെ കൂടെ സഹിച്ചാൽ പോരെ? സുമ ചോദിച്ചു. എന്ന് തൊട്ട് സഹിക്കുക ചേച്ചി, നാദിറ പറഞ്ഞു. പറയുന്നതാണോ ചേച്ചി? ഞാനും ഒരു പെണ്ണല്ലേ. എന്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നോക്കാൻ നേരമില്ലല്ലോ. എടി, ആണുങ്ങളാവുമ്പോ ചിലപ്പോ എങ്ങനെയാണെന്ന് പറയാനൊക്കില്ല. ജോലിയൊക്കെ അല്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാവും, ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, സുമ പറഞ്ഞു. എന്നാലും എന്നും ഇങ്ങനെ ഉണ്ടോ ചേച്ചി? ഞാനല്ലേ ചേച്ചി കഷ്ടപ്പെടുന്ന എന്റെ അവസ്ഥ ചേച്ചിക്ക് അറിയാമല്ലോ. അങ്ങേര് വന്നിട്ട് പോയിട്ട് ഇപ്പോ 1 കൊല്ലം കഴിഞ്ഞു.
എനിക്കറിയാമല്ലോടി, പക്ഷെ കൊച്ചിന്റെ മേക്കൗട്ട് കയറിയാൽ നിനക്ക് വേണ്ടത് കിട്ടുമോ? എല്ലാം കൂടെ ആയപ്പോ സഹിക്കാൻ പറ്റില്ല ചേച്ചി, അതാ. പാടിരിപ്പുണ്ടോ നിനക്ക്? ഒരു കാര്യം ചെയ്, ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞാൻ ഉണ്ടായിക്കൊണ്ട് വരാം. അത് വേണ്ട ചേച്ചി, കഴിക്കാൻ എന്തേലും രാത്രി കൊച്ചിനുണ്ടാക്കണം. അതൊന്നും വേണ്ട, വേണ്ടത് ഞാൻ ഉണ്ടായിക്കോളാം, നീ കിടക്ക്. പിന്നെ എന്തേലും മേടിക്കാനുണ്ടോ ചേട്ടനോട് പറഞ്ഞുവിടാം, നീ പോകണ്ട, സുമ പറഞ്ഞു. നാദ്ര മൂളി. സുമച്ചേച്ചി പോയി കഴിഞ്ഞു. നാദ്ര കയറി കിടന്നു. രാത്രി ആയപ്പോഴാണ് എണീറ്റത്. ഒന്നും മേടിക്കാനില്ലാത്തത് കൊണ്ട് പറയേണ്ടിയും വന്നില്ല. രാത്രി ആയപ്പോൾ സുമച്ചേച്ചി നേരെ കുറച്ച് ആഹാരമൊക്കെ ആയി കയറി വന്നു. ചേട്ടനും കൂടെയുണ്ട്. അവർ ആഹാരം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് നാദ്രയെ വിളിച്ച്, മോൻ TV കാണുന്നുണ്ടായിരുന്നു. രാജുവേട്ടൻ മോന്റെ അടുത്ത് പോയിരുന്നു. സുമ നാദ്രയുടെ മുറിയിലേക്ക് ചെന്നു. നാദ്ര എണീറ്റിട്ടില്ല, അവൾ കിടക്കുമായിരുന്നു. സുമ അവളെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ചു. നാദ്ര എണീറ്റു. ചേച്ചിയെ കണ്ടെന്ന് മുഖം കഴുകി ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും സുമയും രാജുവും കൂടി ആഹാരം വിളമ്പി വെച്ചിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്നു ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ ഉടൻ സുമ ഇമ്രാന്റെ അടുത്ത് പറഞ്ഞു, മോനെ ഹോംവർക്ക് വല്ലതും ഉണ്ട്, പോയി ചെയ്യേ. എന്നിട്ട് സുമ നാദ്രയും കൂട്ടി മുറ്റത്തേക്ക് പോയിരുന്നു. സിറ്റൗട്ടിൽ ഫാനും ഇട്ട് മൂവരും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. രാജു ഒരു ബീഡിയും വലിച്ച് മുറ്റത്ത് നിൽക്കുകയാണ്. മോനെ ഇങ്ങനെ വഴക്കൊന്നും പറഞ്ഞ് പേടിപ്പിക്കരുത്, പിന്നെ തല്ലാനൊന്നും പോകരുത് കേട്ടോ, സുമ പറഞ്ഞു. ചേച്ചി, ഞാൻ മനഃപൂർവ്വം അല്ല, ചേച്ചിക്കെല്ലാം അറിയാമല്ലോ, പറ്റിപ്പോയി, നാദ്ര വീണ്ടും പറഞ്ഞു. നീ അവനെ വിളിച്ചിഞ്ഞതാ? വിളിച്ചു തന്നാലൊന്നും എടുക്കില്ല ചേച്ചി. അങ്ങേർക്ക് മിണ്ടാൻ മൂട് തോന്നുമ്പോ വിളിക്കും, എന്തേലും പറഞ്ഞ് ഫോൺ വെക്കും. എന്നാ എന്റെ അവസ്ഥ കേൾക്കാം, ഞാനും മോനും അല്ലേ ഉള്ളു, ഒന്ന് ഇടയ്ക്ക് വരാല്ലോ എന്നിട്ടും അയാൾ ചിന്തിക്കില്ല, നാദ്ര വീണ്ടും വിഷമത്തോടുകൂടി പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ എന്റെ മക്കളെ കണ്ടില്ലേ, രണ്ടും രണ്ടു വഴിക്ക് നടക്കുന്നു. അച്ഛനും അമ്മയും എങ്ങനെ ജീവിക്കുന്നു, കുറെ പൈസ അയച്ചുകൊണ്ട് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് നടക്കുക രണ്ടുപേരും, സുമയും പറഞ്ഞു. എനിക്ക് അങ്ങനെയാണോ ചേച്ചി? ചേച്ചിക്ക് ചേട്ടനുണ്ട് എല്ലാ കാര്യത്തിനും, എനിക്ക് ആരാ ഉള്ളത്? എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? ചേച്ചി, സുമയോട് നാദ്ര വിഷമത്തോടുകൂടി വീണ്ടും പറഞ്ഞു. ഇനി അവൻ വിളിക്കുമ്പോൾ എനിക്കിതാ, ഞാൻ സംസാരിക്കാം, സുമ പറഞ്ഞു. കിടക്കുമ്പോഴാവും വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് വല്ലതും അയക്കണം, നാദ്ര പറഞ്ഞു. എന്തായാലും ഡേറ്റ് കഴിയട്ടടി, എന്തേലും വഴി ഉണ്ടാക്കാം നമുക്ക്, നീ സമാധാനപ്പെട്. എന്റെ സമാധാനം പോയി ചേച്ചി. ചേച്ചിക്കറിയോ, പഠിക്കുമ്പോൾ എന്നെ ഒരു പയ്യൻ സ്നേഹിച്ചിരുന്നു. അന്ന് ഞാൻ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അടുത്തത് വീട്ടിലെറിഞ്ഞപ്പോൾ വീട്ടിൽ സമ്മതിച്ചില്ല. അവൻ അന്യമതസ്ഥനാണ്, നിന്നെ വശീകരിച്ചതാണ്, നിന്റെ ശരീരം നോക്കിയാണ് അവൻ വന്നതൊക്കെ എന്നാണ് പറഞ്ഞത്. കുടുംബത്തിനും സമുദായത്തിനും ചേരില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. എന്നിട്ടും ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പള്ളിയിലെ ആൾക്കാരെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു. നാട്ടുകാർ എന്തു പറയും? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മരിച്ചാൽ പോലും അടക്കം ചെയ്യാൻ പറ്റില്ല, സമുദായത്തിന് പേരുദോഷമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിച്ചു. അവനെ കേസിൽ പെടുത്താനും നോക്കി. എന്നിട്ടിപ്പോ അതൊക്കെ ശരിയാടി മോളെ, നിങ്ങളുടെ ആൾക്കാരുടെ ജീവിത രീതികളൊന്നും നമ്മുടെ മതത്തിൽ പറയുന്നില്ല. അത് അങ്ങനെയുള്ള അനുസരണച്ചിട്ട കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ കുടിച്ചും തിന്നും കടം വാങ്ങിയും ചിലപ്പോൾ കൂലിപ്പണി ആണെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കും. ചിലപ്പോൾ പുതുതായി വന്ന് കയറുന്നവർക്ക് വലിയ വീടും അല്ലെങ്കിൽ കോടീശ്വരിയായി ജീവിക്കാനും ഒന്നും പറ്റിയെന്ന് വരില്ല. എന്നാലും സന്തോഷം സുഖമുള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടാമല്ലോ ചേച്ചി, നാദ്ര പറഞ്ഞു. ഒന്നുമില്ലേലും കെട്ടിയോനടുത്തുണ്ടെന്ന് സമാധാനിക്കാമല്ലോ ചേച്ചി. അതൊക്കെയുണ്ട്, എന്നാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്, സുമ പറഞ്ഞു. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജീവിതം സന്തോഷത്തോടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ചേച്ചി, പണം ആഗ്രഹിച്ചല്ലത്. ചിലപ്പോ നിങ്ങൾക്കും അങ്ങനെ തോന്നും. പിന്നെ ശീലിച്ചു വന്ന കാര്യങ്ങളൊക്കെ വന്നു കയറുന്ന വീട്ടിൽ നടക്കുവോ? സുമ പറഞ്ഞു. സന്തോഷമുള്ളൊരു ജീവിതം കിട്ടാനല്ലേ ചേച്ചി ഏതൊരു പെണ്ണും ആഗ്രഹിക്കുക, നാദിറ പറഞ്ഞു. അത് നേരാ. ഈ രാജുവേട്ടനെ കെട്ടിയിട്ട് ഇന്ന് വരെ ചേച്ചിയെ വിട്ടു പോയിട്ടുണ്ടോ? നാദിറ ചോദിച്ചു. അതില്ല, അങ്ങേരതെനിക്ക് വാക്ക് തന്നതാ, സുമ പറഞ്ഞു. ഇപ്പോ ആണെങ്കിലും ചെറിയ ജീവിതം ഇതൊക്കെ ആണേലും എല്ലാത്തിനും ചേച്ചിക്ക് ഇപ്പോ ഇല്ലേ? മക്കൾ ദൂരെയാണേലും. അതല്ലേടി ഒരു ആശ്വാസം. ചേച്ചിക്ക് വേണ്ടത് രാജുവേട്ടൻ തരുന്നില്ലേ? അത് പിന്നെ, സുമയൊന്ന് ചിരിച്ചു. ഉണ്ടോ ഇല്ലയോ ചേച്ചി പറ. അതുണ്ട്, അങ്ങേർക്ക് എന്നും എന്തേലും ചെയ്തില്ല ഉറക്കാൻ പറ്റത്തില്ല. നാദിറ അകത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു. ചേച്ചിക്കറിയാവോ, അങ്ങേര് വന്നിട്ട് എത്ര നാളായി എന്നെ ഒന്ന് തൊട്ടിട്ട്. എനിക്കുമില്ലേ ചേച്ചി ആവശ്യങ്ങൾ. അങ്ങേര് വന്നാൽ ഇടയ്ക്ക് എന്തെങ്കിലും വേഗം ചെയ്തു തീർക്കും, എന്നിട്ട് പോകും. ചില ആണുങ്ങൾക്ക് അതിനകത്ത് വലിയ താല്പര്യം കാണില്ലടി, സുമ പറഞ്ഞു.
അതൊന്നുമല്ല ചേച്ചി, എന്നെ മടുത്തു. ചേച്ചി എന്റെ അഭിപ്രായം ചേച്ചി നോക്കിക്കേ. എനിക്കിനി എന്നാ നല്ലൊരു ജീവിതം, എന്താ ഒരു സന്തോഷം കിട്ടുക? പുറത്തൊന്നും പോയി വരിക. നീ എന്ന് സമാധാനപ്പെടുമോളെ, അവൻ വരട്ടെ, സുമ പറഞ്ഞു. എന്നെ പോലെ തന്നെയാ ചേച്ചി പലരുടെയും ജീവിതം. മടുത്തു, എങ്ങനെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി. നാദിറ കരച്ചിലിന്റെ പൊക്കോളം എത്തി. നീ വേണ്ടാത്തതൊന്നും പറയല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. മോനെ ഓർത്താ. എന്നെ കെട്ടിക്കാൻ നടന്ന നാറുകൾക്ക് ഇതൊന്നും കാണേണ്ട കാര്യമില്ലല്ലോ. എല്ലാം എന്റെ വിധിയാണ് ചേച്ചി. എടി നീ കരയല്ലേ, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. നീ പോയി കിടക്ക്, സമയം കുറേയായി. അങ്ങനെ അവൾ എഴുന്നേറ്റ് കിടക്കാനായിട്ട് അകത്തേക്ക് പോയി. സുമയും രാജുവും അവരുടെ വീട്ടിലേക്കും പോയി. തുടരും ഇതിന്റെ 2ാം ഭാഗം ഉടൻ തന്നെ.